Good morning, dear students. We are going to start our classes from today onwards. നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് COVID-19 എന്ന ഒരു വലിയ വിപത്ത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പുതിയൊരു തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുകയാണ്. So we are ready to change to next level of type of education. So ഞാനിന്ന് ഒരു ഓറിയന്റേഷൻ പാർട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. I would like to discuss with you an introductory part of our subject economics, right? So കഴിഞ്ഞ വർഷം നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഏരിയകളാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. One is Indian economy and another one is statistics. ഈ ഒരു വർഷം നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് ഏരിയകൾ എന്ന് പറയുന്നത് ഒന്ന് മൈക്രോ എക്കണോമിക്സ്, another one is macroeconomics. So before enter into the main areas, let's discuss about what is economics and what are the branches of economics and what are the main areas that we are focusing in the coming academic year, etc. So let's discuss in detail. അപ്പോൾ നമുക്കറിയാം നമ്മൾ ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻസ് നമ്മുടെ കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട് കൊമേഴ്സ് എന്ന ഒരു വലിയ ഏരിയ ആണെങ്കിൽ പോലും അത് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു അതിവിശാലമായ ഒരു ടേമിനകത്ത് ഉൾക്കൊള്ളുന്ന ചെറിയ ഒരു ഏരിയ മാത്രമാണ്. So economics is a global subject. It has a wide scope, especially in the current scenario. നമുക്കറിയാം ഇന്ന് വേൾഡ് ലെവലിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ടോപ്പിക്കാണ്, ഏറ്റവും വലിയൊരു ഡിസ്കസിങ് മാറ്ററാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇന്ന് എല്ലാ രാജ്യങ്ങളുടെയും എക്കണോമി തകർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളുടെയും GDP വളരെ മോശം സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷനും കൺസംഷനും കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു വലിയ എക്കണോമിക് ക്രൈസിസ് 1932-ലും 1930-സിലും അതുപോലെ തന്നെ പിന്നീട് 2008-ലൊക്കെ സംഭവിച്ചതുപോലെയുള്ള വലിയൊരു എക്കണോമിക് ക്രൈസിസിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത് ഏറ്റവും നല്ല എക്കണോമിസ്റ്റുകളെയാണ്. ഏറ്റവും നല്ല എക്കണോമിസ്റ്റുകൾക്കാണ് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 1930-സിലുണ്ടായ വലിയൊരു ക്രൈസിസിനെ മറികടക്കാൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറയുന്ന പ്രതിഭാശാലികൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മളും റാസിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ലോകത്തെ മാറ്റിമറിക്കേണ്ട പുതുതലമുറയിൽ നിന്നും ഉയർന്നു വരേണ്ട എക്കണോമിസ്റ്റുകളെ സംഭാവന ചെയ്യുക എന്നതാണ് നമ്മുടെ കൊമേഴ്സ് എന്ന സബ്ജക്റ്റിൻ്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്ന എക്കണോമിക്സുമായി പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ദാറ്റ് ഈസ് ദ മെയിൻ objective of the global exposure that we are going to give to you. Okay, so let's discuss the main areas of economics firstly. See, I am giving you a detailed picture of what are the areas of economics. Okay, first of all, microeconomics that we will discuss in this year, and then macroeconomics. Another one is macroeconomics. These two areas, that is micro and macro, we will discuss in this year, these two areas. Then international economics, financial economics, mathematical economics, public finance, statistics, development economics, Indian economy, agricultural economics, health economics, environmental economics, welfare and business economics. Another one is quantitative techniques, econometrics, demographic economics, industrial economics, etc. So these are the branches of the economics. നമുക്കറിയാം ഇതിൽ ഓരോന്നും ശരിക്കും വളരെ വിശദമായി തന്നെ പഠിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്, ഓരോരോ ബ്രാഞ്ചുകളാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ഒരു വർഷം പഠിച്ചത് ഓൺലി 2 ബ്രാഞ്ചസ് മാത്രമാണ്. ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇന്ത്യൻ എക്കണോമി. ഇൻ ദിസ് ഇയർ we will study another 2 branches, that is microeconomics and macroeconomics. ഇനി വരാൻ പോകുന്ന ഈ ഒരു വർഷത്തിൽ
നമ്മൾക്ക് പഠിക്കുവാനുള്ളത് ഈ വിശാലമായ ഒരു ടോപ്പിക്കിൻ്റെ വളരെ ചുരുങ്ങിയ 2 സബ്ജക്റ്റുകൾ മാത്രമാണ്. പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയും വിശാലമാണ് ഈ 2 ബ്രാഞ്ചുകൾ എന്നുള്ളത് പോലും. So before enter into the micro and macro, we must have a clear-cut idea about what is economics and what is the fundamental facts and basic facts of the economics and the subject economics is. So let us enter into the detailed picture of what are the areas of microeconomics and what are the areas of macroeconomics that we are going to discuss in this coming academic year. See, നമുക്ക് ഈ ഒരു വർഷം പഠിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗമായി നമുക്ക് ഫസ്റ്റ് പഠിക്കുവാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. അനദർ ഏരിയ ഇസ് കൺസ്യൂമർ ബിഹേവിയർ. ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നൊരു ഭാഗത്തിൽ പറയുന്നത് വാട്ട് ഇസ് മൈക്രോ എക്കണോമിക്സ്, വാട്ട് ഇസ് എക്കണോമിക്സ് ഇസ്, ആൻഡ് വാട്ട് ആർ ദ economic problem, definitions of economics, derivation and origin of economics, etc. Okay, and in the second part, that is consumer behavior, we discuss the main behavioral analysis of the consumer, and then we will enter into production and cost. In this area we will discuss about the production techniques and the different cost analysis, etc. Then we will move to market structures. In this market structures, mainly we focus the perfect competition market and imperfect competitive markets like monopoly, monopolistic competition, oligopoly, like this. These are the areas. Then we will move to market equilibrium. Market equilibrium is the another area, and we will enter into non-competitive markets. So as part of non-competitive market, the main areas in this non-competitive market are oligopoly, monopolistic competition, monopoly, etc. These markets are coming under non-competitive markets. Okay. Then main areas of macroeconomics. So as part of macroeconomics, we will first deal with introduction to macroeconomics, then we'll enter into national income accounting, then money and banking, then income determination, national income determination, especially in a simple economy, and we will enter into the government functions and scope of the government. Especially in this area we will discuss what are the main functions of the economics, fiscal policies and monetary policies, and what are the expenditure side of the government and what are the revenue sides of the government, etc. We will discuss in this government functions and scope chapter. And lastly, we will discuss open economy macroeconomics. In this chapter we will discuss balance of payment and export and import, equilibrium of the balance of payment, impact of disequilibrium of balance of payment, deficit financing. This type of concepts we'll discuss as part of the open economy macroeconomics. Okay, so now I think all of you are familiarized with all these concepts. Don't worry about these facts. It is just a briefing of the total areas of our subject only. Okay. Okay, now let's start our first chapter, that is introduction to microeconomics. Okay. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ ഒരു ചാപ്റ്റർ എടുക്കുന്നു, പിന്നീട് മാക്രോ എക്കണോമിക്സിൽ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നു. എന്നിട്ട് മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ, ദെൻ മാക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ. ഇങ്ങനെ നമ്മളൊരു സ്കീമായിട്ട് ഒരു ഷെഡ്യൂളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ് with the first chapter, that is introduction to microeconomics. നോക്കാം, നമുക്ക് ആദ്യം നമ്മൾ പഠിക്കേണ്ട എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ടേം,
This was derived from the Greek word oikonomia, which means household management. അപ്പോൾ oikonomia എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അതിനർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. സോ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, oikonomia എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നമ്മുടെ കൺസെപ്റ്റ് ആയിട്ടുള്ള, ടേം ആയിട്ടുള്ള, സബ്ജക്റ്റ് ആയിട്ടുള്ള എക്കണോമിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തു വരുന്നത്. ആൻഡ് the early name of economics was political economy. The economics was known as political economy, that is before 1776. So political economy. The economics was famously known as political economy before 1776. Okay. Now, the term economics was first used by Alfred Marshall, the famous economist Alfred Marshall. Nowadays, we are calling him as a marginalist economist. ഒരു മാർജിനലിസ്റ്റ് ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ ആണ് നമ്മുടെ എക്കണോമിക്സിനെ ആദ്യമായി എക്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. അതിനു മുമ്പ് അതറിയപ്പെട്ടിരുന്നത് പൊളിറ്റിക്കൽ ഇക്കണോമി എന്ന പേരിലായിരുന്നു. പിന്നീടത് എക്കണോമിക്സ് എന്ന ഒരു ശാസ്ത്രശാഖയായി മാറുന്നത് തന്നെ, അല്ലെങ്കിൽ അതിനൊരു പേരിട്ട് വിളിക്കുന്നത് തന്നെ ആൽഫ്രഡ് മാർഷൽ ആണ്. ഓക്കെ, നൗ 1776, 1776. This is a remarkable period in the history of economics. So what happened in this 1776? 1776, a famous person arrived. His name was Adam Smith. As you all are very familiar with him, with his name, that is Adam Smith. Adam Smith published his famous book, that is Wealth of Nations. Wealth of Nations. He published Wealth of Nations in 1776. As part of this publication, the economics became an independent discipline, a separate discipline from all other disciplines, from all other subjects. For all other sciences, economics became an independent discipline with the introduction or with the publication of Adam Smith's Wealth of Nations in 1776. So, with this publication, Adam Smith with this publication, Adam Smith is famously known as father of economics. So, after the publication of the Wealth of Nations, Adam Smith famously known as father of economics. Okay. So, who is the father of economics? Well, Adam Smith. And how he became the father of economics? He published his famous book, Wealth of Nations, in 1776. With publication of this Wealth of Nations, economics became an independent discipline. Therefore, he is called as father of economics. Now, let's look what is the full form of the Wealth of Nation. Wealth of Nation is known as, the full form of the Wealth of Nation is like this: an inquiry into the nature and causes of wealth of nations. An inquiry into the nature and causes of wealth of nations. This was the full form of his publication, Wealth of Nations. Simply, we call it, this publication, as Wealth of Nations. Okay. So simply, we can say that economics derived from the Greek word oikonomia, that means household management. Okay. Then firstly, the term economics was called by Alfred Marshall, and the economics became an independent discipline in 1776 with the publication of Adam Smith's famous book, Wealth of Nations. And the full form of Wealth of Nation is an inquiry into the nature and causes of wealth of nations.
This is the basic fact of the derivation of economics. Okay. Now let's move into the definition of economics. What are the definitions of economics? See, നമുക്ക് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻസ് ശാഖയെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഡിഫൈൻ ചെയ്യാം, നമുക്ക് നമ്മുടേതായ രീതിയിലെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിലും വളരെ കോമൺ ആയിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള 4 ഡെഫിനിഷൻസ് ആണ് ലോകത്ത് ഇന്ന് അറിയപ്പെടുന്നത്. അതാണ് നമ്മൾക്ക് പഠിക്കുവാനുള്ളത്, നമ്മുടെ എക്സാമിന് നമുക്ക് ഉപയോഗിക്കുവാനുള്ളത്, നമ്മുടെ ലൈഫിലും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 4 ഡെഫിനിഷൻസ് ആണ് നമ്മളിവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സി, ഫസ്റ്റ് ഓഫ് ഓൾ, വെൽത്ത് ഡെഫിനിഷൻ. നമ്മൾ പഠിക്കേണ്ടത് ഏത് ഡെഫിനിഷൻ ആണെന്ന് പഠിക്കണം, ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് പഠിക്കണം, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് പഠിക്കണം, ഡെഫിനിഷനും പഠിക്കണം. ഓക്കെ, സോ ഫസ്റ്റ്, wealth definition introduced in 1776 by Adam Smith. Adam Smith നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഹി ഈസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? എന്താണ് എക്കണോമിക്സ്, വാട്ട് ഈസ് എക്കണോമിക്സ് എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ, അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് നാച്ചർ ഓഫ് വെൽത്ത്. എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് നാച്ചർ ഓഫ് വെൽത്ത്. ഇറ്റ്സ് ജനറേഷൻ ആൻഡ് സ്പെൻഡിങ്. ഇറ്റ്സ് ജനറേഷൻ ആൻഡ് സ്പെൻഡിങ്. നോക്കൂ, എന്താണ് വെൽത്തിൻ്റെ സ്വഭാവം, പണം എങ്ങനെയാണ്, സമ്പത്ത് എങ്ങനെയാണ്, വെൽത്തിൻ്റെ ഒരു നാച്ചർ എങ്ങനെയാണ്, ഇറ്റ്സ് ജനറേഷൻ, അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനം, അതോടൊപ്പം ആൻഡ് സ്പെൻഡിങ്, എങ്ങനെ ഇത് സ്പെൻഡ് ചെയ്യുന്നു. സോ കൺസംഷൻ പാർട്ട്, സെയിൽസ് പാർട്ട് നമ്മൾ ഇവിടെ ആഡം സ്മിത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ പാർട്ടിൽ അത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സമ്പത്തിനെ കുറിച്ചുള്ള അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സോ എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് നാച്ചർ ഓഫ് വെൽത്ത്, ഇറ്റ്സ് ജനറേഷൻ ആൻഡ് സ്പെൻഡിങ്. ദിസ് ഇസ് ദ ഫേമസ് ഡെഫിനിഷൻ ഗിവൺ ബൈ ആഡം സ്മിത്ത് ഇൻ 1776. നോക്കാം നമുക്ക് അടുത്ത ഡെഫിനിഷൻ, ദാറ്റ് ഇസ് വെൽഫെയർ ഡെഫിനിഷൻ. So after a long years, 1890, അവർ ആൽഫ്രഡ് മാർഷൽ, എക്കണോമിക്സിന് ആദ്യമായി എക്കണോമിക്സ് എന്ന് പേരിട്ട് വിളിച്ച ആൽഫ്രഡ് മാർഷലാണിത്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇറ്റ് എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ വിച്ച് ഇസ് മോസ്റ്റ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ അറ്റൈൻമെന്റ് and the use of material requisites of well-being. Thus it is on the one side a study of wealth, on the other and more important side it is a study of a man. This is the biggest definition, a wide definition. ഒരുപാട് നീളമുള്ള ഒരു ഡെഫിനിഷനാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഡെഫിനിഷനിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നോക്കൂ, എക്കണോമിക്സ് ഇസ് സ്റ്റഡി ഓഫ് മാൻകൈൻഡ്, മനുഷ്യരെ കുറിച്ചുള്ള ഒരു പഠനമാണെന്ന് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറയുന്നു. എക്കണോമിക്സ് ഇസ് സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. മനുഷ്യന്റെ സാധാരണ ജീവിതത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ. ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം, സോഷ്യൽ ആക്ടിവിറ്റികളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതിൽ പ്രധാനമായിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസ് കുറിച്ചുള്ള മനുഷ്യരുടെ ബിഹേവിയറിനെ കുറിച്ചാണ്. അതെങ്ങനെയായിരിക്കണം? വിച്ച് ഈസ് മോസ്റ്റ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ അറ്റൈൻമെന്റ് ആൻഡ് ദ യൂസ് ഓഫ് മെറ്റീരിയൽ റിക്വസിറ്റ്സ് ഓഫ് വെൽബീയിങ്. മനുഷ്യന്റെ വെൽബീയിങ്ങിനായിട്ടുള്ള, മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ റിക്വസൈറ്റ്സിന്റെ അറ്റൈൻമെന്റിനെ കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ആണ് അത് ഇവിടെ വിശദമായിട്ട് പറയുന്നത്. അപ്പൊ എന്താണ്? മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഉപയോഗത്തെക്കുറിച്ചും എങ്ങനെ അത് നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചും ഉള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൺ വൺ സൈഡ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഇത് വെൽത്തിനെ കുറിച്ചുള്ള പഠനമാണ്. ഓൺ ദി അതർ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് സൈഡ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻ.
മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, എന്നാൽ അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് എന്താണ്? മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിരിക്കുന്നത്. Okay, now let's move to the next definition that is given by Lionel Robbins. He is a famous economist. His definition is famously known as scarcity definition. നമ്മൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡെഫിനിഷൻ കൂടെ ആണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1932-ലാണ്. So, in 1932, Lionel Robbins introduced the definition, scarcity definition. എന്താണ് അദ്ദേഹം പറയുന്നത്? എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. ഇന്ന് ഒരുപാട് ക്ലാഷ് ഉള്ള ഒരു വിഷയമാണ് വെദർ എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് ഓർ ഇറ്റ് ഈസ് എ പ്യുവർ സയൻസ് എന്നുള്ളത്. ഇന്നൊരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സോ അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ അദ്ദേഹം പറയുന്നത് എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ as a relationship between ends and scarce means. വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണിത്, ends and scarce means, which have alternative uses. Okay, നോക്കൂ, എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് which deals with human behavior as a relationship between ends and scarce means. മനുഷ്യന്റെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ്. എന്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠനമാണ്? എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ്. ഈ ഒരു വേർഡ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വി ഹാവ് അൺലിമിറ്റഡ് വാണ്ട്സ്. മനുഷ്യർക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ്, ഒരുപാട് പ്രൊഡക്ട്സുകൾ, ഒരുപാട് ഗുഡ്സുകൾ, ഒരുപാട് സർവീസുകൾ നമുക്ക് പർച്ചേസ് ചെയ്യണം. വി ഹാവ് അൺലിമിറ്റഡ് വാണ്ട്സ്, ബട്ട് അവർ റിസോഴ്സസ് ആർ വെരി ലിമിറ്റഡ്. ദിസ് concept was introduced in this term, ends and scarce means. We have endless desires and wants, but we have only limited resources. അപ്പോൾ ഈ റിസോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതെങ്ങനെ സാധിക്കും? അതിനെന്താണ് പറയുന്നത്? വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഈ റിസോഴ്സുകൾ എന്ന് പറയുന്നത് ഒരുപാട് ആൾട്ടർനേറ്റീവ് ഉപയോഗങ്ങളുള്ള റിസോഴ്സുകളാണ്. അപ്പോൾ മനുഷ്യൻ്റെ അവസാനിക്കാത്ത ആഗ്രഹങ്ങളെക്കുറിച്ചും ആ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനുള്ള റിസോഴ്സുകൾ പരിമിതമാണ് എന്നതിനെക്കുറിച്ചും റിസോഴ്സുകളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് ലയണൽ റോബിൻസൺ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത് ഏത് രീതിയിലാണ്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇനി ഫോർത്ത് ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻ ഗിവൺ ബൈ പോൾ എ സാമുവൽസൺ. ഏറ്റവും മോഡേൺ ഡെഫിനിഷനായിട്ട് അറിയപ്പെടുന്നതാണ് പോൾ എ സാമുവൽസൻ്റെ ഗ്രോത്ത് ഡെഫിനിഷൻ. വളരെ റീസെൻ്റ് ആയിട്ട് 1948-ലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. ഇദ്ദേഹം ഫേമസ്ലി നോണാസ് എന്താണ്? ഗ്രോത്ത് എക്കണോമിസ്റ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന രീതിയിലുള്ളൊരു ടൈപ്പ് ഓഫ് എക്കണോമിസ്റ്റ് ആണ്. സോ ഹിസ് ഡെഫിനിഷൻ വാസ് നോൺ ആസ് ഗ്രോത്ത് ഡെഫിനിഷൻ. നോക്കൂ, എക്കണോമിക്സ് അദ്ദേഹം പറയുന്നത് എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് വെൻ ആൻഡ് ഹൗ സൊസൈറ്റി ചൂസസ്. വെൻ ആൻഡ് ഹൗ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ്. വെൻ ആൻഡ് ഹൗ സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി to employ scarce productive uses which could have alternative uses to produce various commodities over time and contribute them for consumption now and in the future among various people and among groups of society. So ഒരു വലിയ ഡെഫിനിഷനാണ് അദ്ദേഹം പറയുന്നത്. when and how society choose, എങ്ങനെയാണ് സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇക്കണോമി, ഒരു സൊസൈറ്റി ചൂസ് ചെയ്യുന്നത്? എന്ത് ചൂസ് ചെയ്യുന്നത്? സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്, വളരെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സുകളെ ചൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊഡ്യൂസ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് എമംഗ് ദ സൊസൈറ്റി ഓർ ഫോർ ദ സൊസൈറ്റി. അപ്പോൾ വളരെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ്
സമൂഹം എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? വെൻ ആൻഡ് ഹൗ സൊസൈറ്റി ചൂസ്, എങ്ങനെയാണ്, ഹൗ, അതുപോലെ വെൻ, എപ്പോഴാണ് ഒരു സൊസൈറ്റി വളരെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് ചൂസ് ചെയ്യുന്നത്? വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി, പണത്തിൻ്റെ ഉപയോഗത്തോടു കൂടെയോ അല്ലെങ്കിൽ പണമില്ലാതെയോ ഒരു സമൂഹം എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് അവരുടെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ടു പ്രൊഡ്യൂസ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ സൊസൈറ്റി ആൻഡ് the distribution for consumption now and in the future among various people and groups of society. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ മെത്തേഡാണ്. വെൻ ആൻഡ് ഹൗ, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതുപോലെ വെൻ, എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് വേറൊരു ചോദ്യം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹൗ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെദർ ടു യൂസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓർ ടു യൂസ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ്. രണ്ട് ക്യാപിറ്റലും ലേബറും ഇൻറ്റൻസീവ് ടെക്നിക്സുകളിൽ ഏത് മെത്തേഡാണ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുക? നിലവിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏത് മെത്തേഡാണ് നമ്മൾക്ക് ഉള്ളത് എന്നതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഈ ഡെഫിനിഷനിൽ പറയുന്നത്. So, let's conclude our session. I am summarizing here. First of all, we have studied that what is economics. So, economics derived from the Greek word oikonomia, that means household management, that was previously known as political economy, first used by Alfred Marshall, father of economics, Adam Smith. Economics became an independent discipline in 1776 with the publication of Adam Smith, Wealth of Nations. Then we have studied for important definition, wealth definition given by Alfred Marshall in 1776. Then welfare definition given by, wealth definition given by Adam Smith in 1776. Welfare definition given by Alfred Marshall in 1890. And then scarcity definition given by Lionel Robinson in 1932. And lastly and most importantly, the growth definition given by Paul A. Samuelson in 1948. So these are for today. So be study well, be discuss well. Let's have a good day, and let's discuss other details in next classes. Thank you.